ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു കേക്ക് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഞാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള റൈസ് പേപ്പർ ഉണ്ടാക്കിയെടുക്കുകയാണ്. മാക്രോൺസ് എല്ലാം നമ്മൾ ഇങ്ങനെ ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് തലേദിവസം അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്തെല്ലാം അങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മാക്രോൺസിൻ്റെ ഷെല്ലെല്ലാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതാ നമ്മൾ റൈസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സെയിൽ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലൂ കളറിലാണ് സെയിൽ ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പം കുറച്ച് വെള്ളത്തിലേക്ക് ആദ്യം കുറച്ച് റോയൽ ബ്ലൂ കളറും അതിലേക്ക് കുറച്ചൊന്ന് ഗ്രീൻ കളറും ആഡ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡിലുള്ള ഒരു ബ്ലൂ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള റൈസ് പേപ്പർ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് സിലിക്കൺ മാറ്റിലേക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഷുഗർ ബോൾസ് ഇട്ടാൽ എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പം ഷുഗർ ബോൾസ് ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടായിരിക്കും കുറച്ചൊന്ന് മെൽട്ടായ പോലെ ഉണ്ടായിന്. എന്നാലും കാണാൻ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഡ്രൈ ആയിട്ട് വരും. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചറിൽ നമുക്ക് ഓവനിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റോ അത്രയും സമയം മതി, കുറച്ച് സമയം മതി. പിന്നെ ഇതിപ്പോൾ ഞാനിത് ഓവൻ്റെ മുകളിൽ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടിൽ അരമണിക്കൂർ കൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഐസിങ് ഒന്നും ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ വെക്കുന്ന ആ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ തലേദിവസം അതെല്ലാം റെഡിയാക്കി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിന് മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടാണുള്ളത്. എന്നിട്ട് അത് മെൽറ്റാകുന്ന സമയം കൊണ്ട് ഒരു കേക്ക് ഞാൻ ഐസിങ് ചെയ്തെടുക്കുകയാണ്. തലേദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം 3 ടോൾ കേക്കാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പം എല്ലാതും തലേദിവസം തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസമാണ് ബാക്കി ഐസിങ് ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഇതൊരു സ്പൈഡർമാൻ തീം കേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂ കളറും പിന്നെ റെഡ് കളറും മിക്സ് ആയിട്ടുള്ള ഈ ഒരു ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നോർമലായിട്ടുള്ള സാധാ ഡിസൈൻ ഉണ്ടല്ലോ അതും ചെയ്യലുണ്ട്. അതൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനിട്ടാണ് കേട്ടോ. ഇതുപോലത്തെ ടോൾ കേക്ക്സിൽ മാത്രമേ നമ്മളിങ്ങനെ യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിങ്ങനെ ഫുള്ളായിട്ടും ടോൾ കേക്കിൻ്റെ മാത്രം വീഡിയോസ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ അധികം ആൾക്കാരും തീം കേക്ക് എന്ന് പറയുമ്പം 1 kg ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകുന്നത് ടോൾ കേക്ക് ആണല്ലോ. അപ്പോൾ അധികം ആൾക്കാരും ടോൾ കേക്ക് തന്നെയാണ് ഇങ്ങനെ തീം കേക്കിനായിട്ട് സെലക്ട് ചെയ്യാറുള്ളത്. അല്ലാതെ നമ്മൾ സാധാരണ നോർമൽ ഹൈറ്റിലുള്ള കേക്ക്സും എല്ലാം ചെയ്യലുണ്ട്. അതങ്ങനെ അധികം വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡിലാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം വലിയൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ നീറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ഐസിങ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേദിവസം റെഡിയാക്കിയിട്ടുള്ള കേക്ക് സീക്കളും പിന്നെ കേക്ക് പോപ്സ് എല്ലാം ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് പോപ്സിൽ ഓൾറെഡി ചോക്ലേറ്റെല്ലാം ഡിപ്പ് ചെയ്ത് അതിനകത്തേക്ക് ഷുഗർ ബോൾസ് എല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കേക്ക് സീക്കിൾസിലാണ് കേട്ടോ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കേക്ക് സ്റ്റിക്കുകളൊക്കെ റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ കട്ടിയായി പോകുന്നു എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു പാത്രം ചൂടുവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ അത് ശരിയായി കിട്ടും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ചൂടുവെള്ളം നമ്മളെപ്പോൾ ഇങ്ങനെ അടുത്ത് തന്നെ വെക്കുക. ഈ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായി പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ആയിട്ടും അത് കറക്റ്റായിട്ട് ലൂസായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ അതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ അത് വീണ്ടും നമുക്ക് പഴയ പോലെ ഇങ്ങനെ മെൽട്ടായിട്ട് നല്ല രീതിയിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഡാർക്ക് ചോക്ലേറ്റിനെക്കാട്ടിയും പെട്ടെന്ന് വൈറ്റ് ചോക്ലേറ്റ് കട്ടിയായി വരും കേട്ടോ. അതുകൊണ്ട് എപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കുറച്ചൊന്ന് ചൂടുവെള്ളം സൈഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഇത് കട്ടിയായി പോകുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ നമുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഇതിനകത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി എടുക്കുന്ന പാത്രമായാലും സ്പൂണായാലും ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് മിക്സ് ആക്കുന്ന സമയത്ത് താഴെയുള്ള വെള്ളം തെറിച്ച് ചോക്ലേറ്റിലേക്ക് വീണാൽ പിന്നെ നമ്മളത് വിചാരിച്ച പോലെ അതിങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടൂല. അതിങ്ങനെ കട്ടി ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കത് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഉപയോഗത്തിന് അത് കിട്ടൂല.
ഈ ഒരു കേക്ക് സിക്കിൾസും പിന്നെ കേക്ക് പോപ്സും ഞാൻ തലേ ദിവസം അത് ബോൾസ് എല്ലാം ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ലോണം സെറ്റാണ്. അതിലേക്ക് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ തന്നെ ആ ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റായിക്കോളും. പിന്നെ ഇപ്പം കുറച്ച് ചൂടുള്ള ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ കേക്ക് പോപ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ കേക്ക് സിക്കിൾ കുറച്ചൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും തീരെ അങ്ങനെ തണുപ്പ് പോയിട്ടില്ല, ആ ഒരു ടെമ്പറേച്ചറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം ചോക്ലേറ്റ് കോട്ടിങ് കൊടുത്തിട്ട് രണ്ടാമത് ആ ഒരു ലൈൻസ് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആ ഒരു തെളിഞ്ഞ് കാണുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ഒരു കോട്ടിങ് കൊടുത്തിട്ട് പിന്നെ അതവിടെ വെച്ചൊരു സെമി സെറ്റ് ആയതിന് ശേഷമാണ് രണ്ടാമത് ഇങ്ങനെ ആ ഒരു കേക്ക് സിക്കിൾസിലേക്ക് ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമുക്കിങ്ങനെ കേക്ക് സിക്കിളും കേക്ക് പോപ്സ് ഉണ്ടാക്കുമ്പോൾ ക്രാക്സ് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മളിപ്പം നല്ലോണം തണുപ്പിച്ചിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് കോട്ടിംഗ് എല്ലാം ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് ക്രാക്സ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ആ ഒരു ക്രാക്സ് വന്ന ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേക്ക് സിക്കിൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബോൾ ആ ഒരു ഷേപ്പിലാക്കി വെക്കില്ലേ, അന്നേരം തന്നെ ചെറിയൊരു കോട്ടിങ് ആദ്യം ചോക്ലേറ്റ് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം രണ്ടാമതൊരു കോട്ടിങ് കൊടുത്താൽ അങ്ങനെ ക്രാക്സ് വരില്ല കേട്ടോ. പക്ഷേ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടും സെറ്റാവാത്ത കാരണം നമ്മൾ ആദ്യം ഒഴിക്കുന്ന ചോക്ലേറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. പക്ഷെ അതൊന്ന് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ അത് ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പൈഡർമാൻ തീം കേക്കിൽ മുകളിൽ സ്പൈഡറിൻ്റെ ഒരു ടോയും പിന്നെ ഫ്രണ്ടിലായിട്ട് സ്പൈഡർമാൻ്റെ ഒരു ഫേസും പിന്നെ സൈഡിൽ ഒരു വലയും കൂടെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു കേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു കൊക്കോമെലൺ തീം കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഇങ്ങനെ പേപ്പർ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത്. ആദ്യത്തെ ആ ഒരു സ്പൈഡർമാൻ തീം കേക്കിൽ ഫ്രണ്ടിലുള്ള ആ ഒരു ഫേസ് ഇതുപോലത്തെ പേപ്പർ കട്ടിങ് ആണ് കേട്ടോ. പിന്നെ കൊക്കോമെലൺ തീം കേക്കിൻ്റെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഞാൻ 2-3 പ്രാവശ്യം യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് പ്രാവശ്യം ആ ഒരു സെയിം ഡിസൈൻ തന്നെ നമുക്കിങ്ങനെ ഓർഡർ വരലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2-3 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു റൈസ് പേപ്പർ സൈലാണ് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കും ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഉള്ളത്. എന്നിട്ട് മുകൾ ഭാഗം സൈഡൊന്നും ഷാർപ്പ് എഡ്ജസ് ആക്കി എടുക്കാണ്ട് ഇങ്ങനെ വെറുതെ വിട്ടിട്ട് പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ ആ ഒരു നൈഫിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാത്രമായിട്ടാണ് റൈസ് പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് പേപ്പർ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ആ ഒരു ഡിസൈനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആക്രിലിക്കിൽ ചെയ്തിട്ടുള്ളൊരു കുരിശും കൂടി കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹോളി കമ്മ്യൂണിയൻ്റെ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കേക്കിൻ്റെ കൂടെയാണ് കേക്ക് സിക്കിളും കേക്ക് പോപ്സും പിന്നെ മാക്രോൺസും ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്രോൺസിലും നമ്മൾ ചെറുതായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓർഡർ ഉണ്ടായിരുന്നത്. കൊക്കോമെലൺ കേക്കിൻ്റെ ആ ഒരു മുകളിലുള്ള റെയിൻബോ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ സൈഡിലുള്ളതെല്ലാം പിന്നെ പേപ്പറാണ്. ഏറ്റവും മുകളിലുള്ളതും പിന്നെ നേരെ ഫ്രണ്ടിലുള്ളതും മാത്രമാണ് ഫോണ്ടൻറ്റിലുള്ളത്. ബാക്കിയുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്തതാണ്. ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി രണ്ടിൻ്റെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.